ഒരുപാട് പാഠങ്ങളുള്ള മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. ഞാൻ ഇന്നലെ സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽഖയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ 12 മാസങ്ങളിൽ അല്ലാഹു കൂടുതൽ ബഹുമാനിച്ച മിൻഹ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസം വളരെയധികം പ്രത്യേകതകൾ അർഹിക്കുന്ന 4 മാസമാണ്. അതിൽ പുതുവർഷത്തിന്റെ തുടക്കമായ മുഹറം കൂടുതൽ ശ്രദ്ധേയമായ ഒരു മാസമാണ്. യുദ്ധം നിഷിദ്ധമായ മാസം എന്ന് പറയുന്നത് പൗരാണിക അറബി സമൂഹത്തിൽ കൂടുതൽ സന്തോഷം നൽകുന്ന സന്ദർഭങ്ങളായിരുന്നു. ഈ 4 മാസങ്ങളിലാണ് എല്ലാവരും അന്യോന്യം നോക്കുന്നതും പുഞ്ചിരിക്കുന്നതും ഹസ്തദാനം ചെയ്യുന്നതും പഴയകാലത്തുള്ള പകയും പോരും എല്ലാം മറന്ന് ശരിക്ക് മനുഷ്യൻ നിർവഹിക്കേണ്ട സുന്ദരമായ സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രകടമാക്കുന്ന മാസങ്ങളായിരുന്നു പഴയകാലം മുതൽക്ക് ഈ 4 മാസങ്ങൾ. അതിലുള്ള ഈ മുഹറം മാസം, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ, ഈ വരുന്ന വെള്ളിയാഴ്ച രാവ് വരെയുള്ള 10 ദിവസങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മഹത്തുക്കളായ സ്വഹാബിമാർ ആദരിച്ച 10 മുഹറമിന്റെ 10. ആ ആദരവിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സംഗമവും പ്രാർത്ഥനയും ദിക്റുകളും നസീഹത്തുകളും എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മാസത്തിലെ ഈ പവിത്രധന്യമായ രാവുകളിൽ കൂടുതൽ അല്ലാഹുവിലേക്ക് മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുന്ന മജ്ലിസുകളിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമായിട്ട് നാം കണക്കാക്കണം. സ്വഹാബിമാർ ബഹുമാനിച്ചിരുന്നത് 12 മാസങ്ങളിൽ 3 മാസങ്ങളിലെ 3 പത്തുകളെയാണ്. അതിൽ ഒരു 10ലാണ് ഇപ്പോൾ നാം ഉള്ളത്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം സ്വഹാബത്ത് ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ദിനരാത്രങ്ങളാണ്. എങ്ങനെയാണ് ആ ബഹുമാനം? ഞാൻ ആമുഖമായി മുഹറമായതുകൊണ്ട് അല്പം സൂചിപ്പിച്ച് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരും. എങ്ങനെയാണ് ആ ബഹുമാനം? 2 തരത്തിലാണ്. ഏത് പവിത്രധന്യമായ മാസങ്ങളെയും രാവുകളെയും ബഹുമാനിക്കേണ്ടതിന് ഈ 2 തലങ്ങൾ നാം എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമതായി സുഹൃതങ്ങൾ പെരുപ്പിക്കുക, സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിക്കുക, സ്വലാത്തുകളും ദിക്റുകളും പ്രാർത്ഥനകളും ഇച്ചിരി സമയം കൂട്ടുക, നിസ്കാരാനന്തരം ഇരിക്കുന്നിടത്ത് കുറച്ചുകൂടി നേരം ഇരിക്കുക, നിസ്കരിച്ചു കഴിഞ്ഞ നിസ്കാരപ്പാഴയിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിച്ചിരിക്കുന്നിടത്ത് ഉളൂ മുറിയാതെ ആരെയും ശല്യം ചെയ്യാതെ കുറെ നേരം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചൊല്ലുന്നില്ലെങ്കിലും അല്ലാഹു തആല നമുക്ക് വേണ്ടി പ്രത്യേകം നിശ്ചയിച്ച മലക്കുകൾ അവർ പ്രാർത്ഥന നടത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മലക്കുകൾ ദ്വാരക്കുന്നത്? നിസ്കരിച്ച സ്ഥലത്ത് കാലുമാറാതെ, ബുദ്ധിമുട്ടുള്ളവർ ഒരുപക്ഷെ തൂണിലേക്കും ചുമരിലേക്കൊക്കെ പോകും. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവിടെ തന്നെ അതേ ഇരുത്തം. ഇമാമ് തിരിഞ്ഞു നിൽക്കണം. മഅ്മൂമുകൾക്കാണ് വലിയ ഭാഗ്യം, അവരതേ ഇരുത്തം. മുസല്ലയിൽ നിസ്കരിച്ചിരിക്കുന്ന ഉമ്മ സഹോദരി, അതേ ഇരുത്തം ഒരു 5-6 മിനിറ്റുകൾ ദീർഘിപ്പിക്കേണ്ട രാവുകളാണ്, പകലുകളാണ്. മലക്കുകളുടെ പ്രത്യേകത കുറച്ചുകൂടി കിട്ടട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വതുബ് അലൈഹി. അല്ലാഹു സ്വീകരിക്കുന്ന ദുആയല്ലേ മാലാകമാരുടെ പ്രാർത്ഥന. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യത്തിലും അല്ലാഹുവിനോട് അവർ എതിര് ചെയ്തിട്ടില്ല. അല്ലാഹു കൽപ്പിച്ചത് അങ്ങനെ തന്നെ വളരെയധികം കണിശമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരെ പറ്റിയല്ലേ അല്ലാഹു പറഞ്ഞത് ഇബാദും മുക്രമൂൻ, വളരെയധികം ആദരിക്കപ്പെടുന്ന അടിമകളാണ്.
അള്ളാഹുവിന്റെ ആദരവിന് അർഹതയുള്ള വലിയ അടിമകളായ മലക്കുകൾ. നിസ്കാരപ്പായയിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും വുളൂ മുറിയാത്ത കാലത്തോളം നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ വിരൽ കൊണ്ടോ ഒരാൾക്കും ശല്യം ചെയ്യാത്ത കാലത്തോളം, അത് രണ്ടും അങ്ങനെ പറയാൻ കാരണം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട നിബന്ധനകളാണ്. മലം യുഅ്ദി അഹദൻ, ഒരാൾക്കും ശല്യമാകാത്ത കാലത്തോളം, ഔ യുഹദിസ്, അശുദ്ധി വരാത്ത കാലത്തോളം മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുവേ നിസ്കരിച്ച് നിന്റെ മുന്നിലേക്ക് ദുആഉം നടത്തി ദിക്റും ചൊല്ലി ഇരിക്കുന്ന ഈ ആണ് പെണ്ണിന് നീ പൊറുക്കുക അല്ലാഹ്. വൈകല്യങ്ങളല്ലാതെ നമ്മിലില്ലല്ലോ, കുറ്റങ്ങളല്ലാതെ നമ്മിൽ നിറഞ്ഞു കാണുന്നില്ലല്ലോ. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് വരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പൊറുത്തു കൊടുക്കുക അല്ലാഹ്. വർഹംഹു, അനുഗ്രഹം ചെയ്യ അല്ലാഹ്, കരുണ ചെയ്യ അല്ലാഹ്. വതുബ് അലൈഹി, ഈ ഇരിക്കുന്ന ആണ് പെണ്ണിന് നീ പശ്ചാത്താപം കൊടുക്കണം, തൗബ നീ സ്വീകരിക്കണം. വളരെ അധികം വിശാലമായി പറയേണ്ട ഈ 3 പ്രാർത്ഥനാ വജസ്സുകൾ മലക്കുകൾ ഉരുവിടുമ്പോൾ, ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, മുഹറമിന്റെ പവിത്രധന്യമായ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന ഞാനും നിങ്ങളും ആ പ്രാർത്ഥനയ്ക്ക് കാതോർക്കുന്നവരാകണം. അതിന് പറ്റുന്ന തരത്തിൽ ഞാനും നിങ്ങളും നിസ്കാരം കഴിഞ്ഞിട്ട് അല്പനേരമെങ്കിലും അവിടെ ഇരിക്കണം. സാധാരണ ദിക്റ് ചൊല്ലി പ്രാർത്ഥനയും കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് മാറ്റിയിട്ട്, മുഹറമിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളാണല്ലോ സ്വഹാബത്ത് ആദരിച്ചിരുന്നു എന്ന് ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയതാണല്ലോ. ആ സ്വഹാബത്തിന്റെ പിന്മുറയിൽ ജീവിക്കുന്ന ഒരു എളിയ മെമ്പറാണല്ലോ ഞാനും ഇവിടെ ഇരിക്കട്ടെ, സ്വൽപ്പനേരം സുഹൃതങ്ങൾ പെരുപ്പിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കണം. ഒരുപാട് പാഠങ്ങളുള്ള മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. ഞാൻ ഇന്നലെ സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽഖയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പം സംസാരിച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ഈ മാസം, നമ്മുടെ ഹിജ്റ വർഷത്തിന്റെ ആരംഭം മുഹറം കൊണ്ടാണ് സാധാരണ പെണ്ണി വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഹിജ്റ 16-17 വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു രേഖ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ ആ രേഖയിൽ ശഅബാൻ മാസത്തിൽ അവധിയെത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, അയ്യു ശഅബാൻ, ഏത് ശഅബാൻ മാസമാണ്? കഴിഞ്ഞ കൊല്ലത്തെ ശഅബാനാണോ, ഈ വർഷത്തെ ശഅബാനാണോ, അടുത്ത വർഷത്തെ ശഅബാനാണോ ഈ രേഖയിലുള്ളത് എന്ന് വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അവധികളും തീരുമാനങ്ങളും വിഷയങ്ങളും മനസ്സിലാക്കാൻ ഒരു കലണ്ടർ ആവശ്യമാണ്, ഒരു വർഷം കണക്കാക്കാൻ ഒരു രീതി ആവശ്യമാണ്. അതിന് നിങ്ങളൊക്കെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി ഒരു മുശാവറ ചേർന്നപ്പോൾ ആ മുശാവറ യോഗത്തിൽ വെച്ച് ചില ആളുകൾ പറഞ്ഞു, ഫ്രാൻസിലും റൂമിലുമൊക്കെ കലണ്ടറുണ്ട്, അത് അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണത്തെ കണക്കിലെടുത്തുകൊണ്ട് വർഷാരംഭം കുറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ വർഷത്തിന്റെ കലണ്ടറാണ്. അത് നമുക്കും പിന്തുടർന്നാൽ എന്താണെന്ന് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വെറുത്തു. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണ്. അത് വലിയ വ്യക്തിത്വം സൂക്ഷിക്കേണ്ട മതമാണ്. അത് വേറെ ഏതെങ്കിലും കക്ഷികളുടേതൊന്നും നമ്മൾ കടമെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വിഷയത്തിലും മറ്റൊരു കക്ഷികളുടേത് മുസ്ലിങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തിത്വം നിലനിർത്തി ഇസ്ലാം പരിപൂർണമായി ഉൾക്കൊള്ളാൻ മാത്രം അതത്രയും വിശാലമാണ്, അത്രയും സുന്ദരമാണ്, അത്രയും സുതാര്യമാണ്, അത്രയും മഹത്വമേറിയതാണ്, അത്രയും പവിത്രതയുള്ളതാണ് ഇസ്ലാം. അതുകൊണ്ട് ഫ്രാൻസിന്റെ അതേ പേർഷ്യക്കാരുടേതോ അല്ലെങ്കിൽ അതാ റോമൻകാരുടേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രക്കാർ
മതങ്ങളുടേതോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ഒന്നും നമ്മൾ പിന്തുടരേണ്ടവർ അല്ല. നമുക്ക് നമ്മുടേത് തന്നെയാകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ചില സഹാബത്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് വർഷത്തിന്റെ തുടക്കം 1-ാം വർഷം 2-ാം വർഷം എന്ന് എണ്ണി വരാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന വർഷം മുതൽക്ക് കൊല്ലം കണക്കാക്കി വരാം. ചിലര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് കിട്ടിയ സമയം മുതൽക്ക് നമുക്ക് വർഷം കണക്കാക്കാം. എല്ലാം വലിയ വലിയ നിഅമത്തുകളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം വലിയ അനുഗ്രഹമാണ്. അവിടുത്തേക്ക് നുബുവത്ത് കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗോജ്വലമായ ഒരു യാത്ര നടത്തിയില്ലേ? സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് സ്വന്തത്തിലും മറ്റുള്ളവർക്കും എല്ലാ പുരോഗതികളും ഭൗതികം അല്ല പാരത്രികമായ പുരോഗതികൾ കൈവരിക്കാനും ഈമാൻ വിതരണം ചെയ്യാനും ഈമാൻ നിലനിർത്താനും ഇസ്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി 500ഓളം കിലോമീറ്റർ അകലെ മരുഭൂമിയിലൂടെ നടത്തിയ ഒരു ഹിജ്റയില്ലേ? ലോകപ്രശസ്തമല്ലേ ഹിജ്റ? ആ ഹിജ്റയെ കണക്കാക്കി നമുക്ക് കലണ്ടർ ആരംഭിക്കാമെന്ന് ചിലര് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ത്യാഗോജ്വലമായ ഹിജ്റ നടന്ന വർഷം മുതൽക്ക് കൊല്ലം തുടങ്ങി എണ്ണുന്ന രീതിയുണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ സഹാബത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സഹാബത്ത് ഏകോപിതമായി തീരുമാനിച്ചതാണ് ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഹിജ്റ വർഷം വാസ്തവത്തിൽ ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും റബീഉൽ അവ്വലിലാണ്. മദീനയിൽ എത്തിച്ചേർന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അവിടുന്ന് ജനിച്ചതും അങ്ങനെ തന്നെയാണ്. മദീനയിൽ വരുമ്പോൾ സഹാബത്ത് മൗലിദ് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബീഉൽ അവ്വൽ 12 സ്വീകരിച്ചതാണ്. അന്ന് ചൊല്ലിയ പദ്യമാണ് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ തുടർന്ന് നടക്കേണ്ടതുണ്ടെന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിൽ സഹാബത്ത് ചൊല്ലിയ മൗലിദിൽ സഹാബത്ത് അന്ന് തന്നെ ചൊല്ലി പഠിപ്പിച്ചതാണ്. വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. ബാങ്ക് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യനെങ്ങാനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് പടച്ച റബ്ബിന് ശുക്ർ ചെയ്ത് സൽക്കർമ്മം ചെയ്യൽ കടപ്പാടാണ്. ഒരുപാട്